ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് ഓൾഡ് ദോഹ പോർട്ട് മീന ഡിസ്ട്രിക്റ്റ്. വെൽക്കം ബാക്ക് ടു ആലിഫ്സ് ടെക് ട്രാവൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. ഹലോ എവ്രി വൺ, നമ്മളിപ്പോൾ സൂക്ക് വാക്കിഫിലെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മെട്രോ ലിങ്ക് ബസ് 315 കയറി വേണം നമുക്ക് ഓൾഡ് ദോഹ പോർട്ടിലേക്ക് പോകാനായിട്ട്. നേരെ കാണുന്നതാണ് ബസ് സ്റ്റേഷൻ. എവറി 15 minutes വി ഗെറ്റ് എ ബസ് ഫ്രം ദാറ്റ്. ആൻഡ് ദാറ്റ് ഈസ് ദി അൽ അഹമ്മദ് മസ്ജിദ്. സൂക്ക് വാക്കിഫിലെ വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻസ് ആണ്. ആൻഡ് വി ആർ ഹിയർ നൗ. നമ്മൾ ഓൾഡ് ദോഹ പോർട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എൻ്റെ വോയിസ് കുറച്ച് ക്രാക്കിയാണ്. ന്യൂ ഇയർ ആയിട്ട് കുറച്ച് ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുക. സോ ഫൊർഗീവ് മീ. ഇവിടെ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്. വിത്ത് എ ലാർജ് പാർക്കിംഗ് സ്പേസ് ആൻഡ് ഓൾ. ദി വ്യൂ ഇസ് അമേസിങ്. എസ്പെഷ്യലി വിൻ്റർ ആയതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റും ആ ഒരു സീ സൈഡും. ഈ ഷിപ്സ് ആക്ച്വലി ക്രൂസ് ഷിപ്സ് എല്ലാം വന്നിരിക്കുന്നത് വിൻ്റർ ക്രൂസിൻ്റെ ഭാഗമായിട്ട് ഖത്തറിൽ വന്ന് ഡോക്ക് ചെയ്തതാണ്. ഒരുപാട് ഫോറിനേഴ്സ് ഈ ഒരു ടൈമിൽ ഖത്തറിൽ വരാറുണ്ട്. നമ്മൾ റോഡിൽ നിന്നുള്ള എൻട്രി വഴിയാണ് ഇപ്പോൾ അകത്തോട്ട് കയറാൻ പോകുന്നത്. അപ്പം അങ്ങനെ കയറിയിട്ട് നമ്മൾ അകത്തുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കണ്ട് കറങ്ങി കടൽ വഴി തിരിച്ച് റിട്ടേൺ പോവാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ടൂറിസ്റ്റുകളായാലും വിസിറ്റേഴ്സ് ആയാലും പതുക്കെ കൂടി വരുന്നതേ ഉള്ളൂ ഈ ഒരു ടൈമിൽ. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബിൽഡിങ്സ് ആണ്. കംപ്ലീറ്റ്ലി പേസ്റ്റൽ കളേഴ്സിൽ ബോത്ത് സൈഡ്സിൽ ബോക്സ് ഷേപ്ഡ് ബിൽഡിങ്സ് ആണ്. ആൻഡ് ഇൻ ഈച്ച് ഓഫ് ദീസ് ബിൽഡിങ്സ് പലതരത്തിലുള്ള ഷോപ്സോ അല്ലെങ്കിൽ ബിസിനസ്സസോ ഉണ്ട്. ആസ് യു ക്യാൻ സീ, ഫ്രാഗ്രൻസസ്, ക്ലോത്ത്സ്, ഹാൻഡിക്രാഫ്റ്റ്സ്, അങ്ങനെയൊക്കെ. പിന്നെ കംപ്ലീറ്റ്ലി ആർട്ടിസ്റ്റിക് ആയിട്ടാണ് ഇവിടെ ഓരോ ഷോപ്സും ഓരോ ആലീസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് മേക്സ് ദിസ് പ്ലേസ് സ്പെഷ്യൽ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വിസിറ്റേഴ്സ് വരുന്നത് തന്നെയും. ഈ ഒരു വ്യൂ, ഈ ഒരു ഡിസൈൻ, എവറി കോർണറിൽ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയൊരു സ്പോട്ട് കാണും. ഇവിടെ ഇപ്പോൾ ആക്ച്വലി തിരക്ക് കൂടി വരുന്നതേ ഉള്ളൂ. ആസ് യു ക്യാൻ സീ, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് എ പ്ലേസ് ദാറ്റ് ക്യാൻ ബി എൻജോയ്ഡ് ബൈ ഓൾ ഏജ് ഗ്രൂപ്പ്സ് അലൈക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്. ആൻഡ് അതിന് ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ തന്നെ ഒരുപാട് പേര് ഇവിടെ കൂടിയിട്ടുണ്ട്. ആൻഡ് ഈവൻ ദാറ്റ് ബാക്ക് ഡ്രോപ്പ് വിത്ത് ദ സീ ആൻഡ് ദി ഷിപ്പ് ആൻഡ് എവറിത്തിങ്. ഇതിലെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ കടലിനടുത്തുകൂടിയുള്ള നടപ്പാതയിലേക്ക് പോകാം. ബട്ട് വിൽ ഗോ ദ ലാസ്റ്റ്. നമുക്ക് പതുക്കെ മുന്നോട്ട് പോയി ഇതേപോലുള്ള കുറച്ചുകൂടി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചതിലേ വരാം. ഞാൻ ആക്ച്വലി ഒരിക്കൽ ഇവിടെ കസിൻസുമായിട്ട് രാത്രി ഒരിക്കൽ വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ് വാസ് ലാസ്റ്റ് ഇയർ. ആൻഡ് ആ സമയത്ത് ഇത്രയും തിരക്കോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. ഇറ്റ് വാസ് ഡ്യൂറിങ് ദി സമ്മർ. അതൊരു ആർട്ട് ഗാലറിയാണെന്ന് തോന്നുന്നു. യെസ്, ഇറ്റ്സ് ആൻ ആർട്ട് ഗാലറി. ഇവിടെ ആക്ച്വലി കുട്ടികൾക്ക് വന്നിരുന്ന് പെയിൻറ്റ് ചെയ്യാം. അവരവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. 40 റിയാൽസ് പെർ അവർ അങ്ങനെ എന്തോ ആണ്. ആൻഡ് യാ, ദോസ് ആർ സം റിയലി നൈസ് പെയിൻറ്റിങ്സ്. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ഇപ്പോഴത്തെ കിങ്ങിൻ്റെതും ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കിങ്ങിൻ്റെയും പെയിൻറ്റിങ്സ് ആണ്. നൈസ്. ദാറ്റ്സ് എ ഫാൽക്കൺ. ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫാൽക്കൺ എന്നൊക്കെ പറയുന്നത് GCC അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ളവരുടെയൊക്കെ ഒരു ഫേവറേറ്റ് സ്പോർട്ടിംഗ് ബേർഡാണ്. ദാറ്റ് ഈസ് അവർ കറണ്ട് കിങ് ആൻഡ് ദാറ്റ് ഈസ് ഹിസ് ഫാദർ. ഇവിടെ ഒരുപാട് നല്ല പെയിൻറ്റിങ്സ് അവർ സെയിലിന് വെച്ചിട്ടുണ്ട്. ദോ ഐ എൻജോയ് ദീസ് തിങ്സ്. ഇതൊന്നും വാങ്ങി വെക്കാനുള്ളൊരു ടൈമോ സ്പേസോ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കെ മുന്നോട്ട് പോവാം.
നമ്മളിപ്പോൾ കണ്ട ഒരു ആർട്ട് ഗാലറി പോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് അട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സസ് ഇവിടെ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതൊരു ഐസ്ക്രീം ഷോപ്പാണെന്ന് തോന്നുന്നു ആ റൈറ്റ് സൈഡിൽ. ആൻഡ് യെസ്, ഞാനിപ്പോൾ ഇവിടെ ഒരു മാംഗോ പാഷൻ ഫ്രൂട്ട് ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി പ്രൈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ബട്ട് ലെറ്റ്സ് ട്രൈ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് പ്രൈസിയാണ്, ബട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവത്തിന്. സോ വർത്ത് ഇറ്റ്. ഇതുപോലെ ഒരുപാട് ഷോപ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ നേരെ കാണുന്നതാണ് ദോഹ ഫിഷ് മാർക്കറ്റ്. അതാണ് ഇവിടുത്തെ വൺ ഓഫ് ദി മേജർ അട്രാക്ഷൻസ്. ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ കയറിയില്ലായിരുന്നു. ഇവിടെ എന്നെ കൊണ്ടുവന്നിട്ടുള്ളവരും എല്ലാം പറഞ്ഞിരിക്കുന്നത് ഇതുപോലൊരു ഫിഷ് മാർക്കറ്റ് വേറെ കാണില്ല എന്നാണ്. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ അകത്ത് കയറി എന്തായാലും അത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സീരിയസ്ലി ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ എൻട്രൻസ് ആണെന്ന് കണ്ടാൽ പറയൂ. മോർ ലൈക്ക് എ ഷോപ്പിംഗ് മോൾസ് എൻട്രൻസ്. കംപ്ലീറ്റ്ലി ഒരു ഓഷ്യാനിക് തീമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ് ആയാലും ആ ഗ്ലാസസ് ആയാലും. നിങ്ങളിത് പറഞ്ഞാൽ വിശ്വസിക്കുമോയെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇതിനകത്ത് എനിക്ക് ഫിഷിൻ്റേതായിട്ടുള്ള ഒരു ഫിഷ് മാർക്കറ്റിൻ്റേതായിട്ടുള്ള ഒരു സ്മെല്ലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ടൈഡി ആണ് ഇവിടെ. ഫിഷിൻ്റെ പ്രൈസിങ് കണ്ടിട്ട് ഓൾമോസ്റ്റ് നോർമലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഓവർ പ്രൈസ്ഡോ അങ്ങനെയൊന്നുമല്ല. ലുക്ക് ഹൗ ക്ലീൻ ഇറ്റ് ഈസ്. വൗ, ബ്യൂട്ടിഫുൾ സീലിംഗ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നീറ്റ്, ക്ലീൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫിഷ് മാർക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല. വേറെ എവിടെയെങ്കിലും ഇതുപോലെ ഒരെണ്ണം ഉണ്ടോയെന്നും എനിക്കറിയില്ല. whoever designed this place, അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. അത് ഫിഷ് ക്ലീനിങ്ങും പീലിങ്ങും ഒക്കെ ആയിട്ടുള്ള സ്പോട്ടാണ്. ദേ ഹാവ് സെപ്പറേറ്റഡ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഈ സ്മെല്ല് വലുതായിട്ട് പുറത്തോട്ട് വരാത്തത്. റിയലി നൈസ്. ഫിഷ് വാങ്ങാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇതിനോട് ചേർന്ന് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. വെറുതെ റെസ്റ്റോറൻറ്റിൽ കയറില്ല, അവിടെ ഉള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് മുന്നോട്ടുള്ള ഷോപ്സിൻ്റെ ആയാലും എല്ലാം ഡിസൈൻ. That is actually a textile shop. Look how beautifully they have set up the entrance. ഇത് തന്നെയാണ് ഈ പ്ലേസിൻ്റെ ഒരു പ്രത്യേകതയും. കംപ്ലീറ്റ്ലി ഒരു ആർട്ടിസ്റ്റിക് തീം കംപ്ലീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ക്യാൻ ഗെറ്റ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഏതൊരു കോണിൽ നിന്നായാലും നമ്മൾ ഫോട്ടോ എടുക്കാനെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ പിക്ചർ നമുക്ക് കിട്ടും. ലുക്ക് അറ്റ് ദാറ്റ് പെയിൻറ്റിങ് വിത്ത് ദാറ്റ് കിഡ് ഓവർ ദർ. ഈ സൈഡിൽ കാണുന്നത് നമ്മൾ അകത്തോട്ട് കയറുമ്പോഴോ അല്ലെങ്കിൽ ആ ബോർഡ്സ് വായിക്കുമ്പോഴേ മനസ്സിലാവും എന്ത് ടൈപ്പ് ബിസിനസ് ആണെന്ന്. അവിടെ ആക്ച്വലി ഒരു മോസ്കാണ്. അവിടെ നിന്ന് നമുക്ക് കോർണിഷിലെ പാർക്കിൻ്റെ വ്യൂ കിട്ടും. ഞാൻ ഇവിടെ ലാസ്റ്റ് ടൈം വന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ സൈഡിലും നല്ല 2 പെയിൻറ്റിങ്സ് ഉണ്ട്. ഞാൻ നോക്കട്ടെ, ഇവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഞാനത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഞാൻ ആക്ച്വലി ഒരു ആമച്ചർ ഫോട്ടോഗ്രാഫറാണ്. എനിക്ക് ഭംഗിയുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഫോട്ടോസ് എടുക്കാറുണ്ട്. അതാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ചെറിയ ഒരു വിൻറ്റേജ് അല്ലെങ്കിൽ ക്ലാസിക് കാർസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. ആ ഓറഞ്ച് കളറിലുള്ള കാറ് പഴയ ഒരു 90s 80s ഒക്കെ ടൈമിലുള്ള ഒരു ടാക്സിയും
അത് പഴയൊരു മെഴ്സിഡീസ് ബെൻസുമാണ്. കാസൊക്കെ ഇഷ്ടമാണെങ്കിലും എക്സാക്ട്ലി ഏത് ഇയറാണ് മോഡലാണെന്ന് പറയാനുള്ള അത്രയും വിവരമൊന്നും എനിക്കില്ല. ബട്ട് ദേ ലുക്ക് ബ്യൂട്ടിഫുൾ ഫോർ മീ. നമ്മളിപ്പോൾ ആക്ച്വലി നടന്ന് അപ്പുറത്തെ എൻഡിൽ എത്താറായിട്ടുണ്ട്. ഡിനാറ കാസ്കോ എന്ന് പറയുന്ന ഒരു പേസ്ട്രി ഷോപ്പാണത്. പേസ്ട്രി ആർട്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ പറയുന്നതിനും കാരണമുണ്ട്. വിൽ ഗോ ഇൻസൈഡ് ആൻഡ് വിൽ സീ. ഇതാണ് ഡിനാറ കാസ്കോ. ഷീസ് ആക്ച്വലി എ യുക്രൈനിയൻ ആർക്കിടെക്ട് കം പേസ്ട്രി ഷെഫാണ്. പേസ്ട്രി ആർട്ട് എന്ന് പറയാൻ കാരണം എലോങ് വിത്ത് ദി ടേസ്റ്റ് ആൻഡ് ഫ്ലേവേഴ്സ് അവർ അതിൻ്റെ പ്രസൻറ്റേഷനിൽ കൊണ്ടുവരുന്ന ക്രിയേറ്റിവിറ്റിക്കാണ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പേസ്ട്രി ആർട്ട് എന്ന് പറയാൻ കാരണം. ആസ് യു ക്യാൻ സീ, ദീസ് ആർ നോട്ട് എവറി ഡേ പേസ്ട്രീസ് ദാറ്റ് വി ഫൈൻഡ് ഇൻ ലോക്കൽ ബേക്കറീസ്. എ ലോട്ട് ഓഫ് ക്രിയേറ്റിവിറ്റി ഗോസ് ഇൻ ടു ദിസ്. ഇവിടെ കസ്റ്റമേഴ്സ് ആയാലും എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു റാൻഡം ഷോട്ട് കാണിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേ ട്രേ കാണുമ്പോൾ തന്നെ അറിയാം, ഈച്ച് പേസ്ട്രി അല്ലെങ്കിൽ ഈച്ച് ഡെസേർട്ട് ഇസ് ഡിസൈൻഡ് വെൽ. ആ പേസ്ട്രി ഷോപ്പ് ശരിക്കും ഒരു മസ്റ്റ് ട്രൈ പ്ലേസ് ആണ്. ഇവിടെ വരുന്നുള്ളവർ എന്തായാലും അവിടെ നിന്ന് കയറി നോക്കണം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഈ വാലിയുടെ അലയുടെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈച്ച് ആൻഡ് എവറി ന്യൂക്ക് ആൻഡ് കോർണർ നമുക്ക് നല്ലൊരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ പറ്റും. ഇപ്പം കപ്പിൾസായിട്ട് വരുന്നതായാലും ഫാമിലി, വൈഫ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് വരുന്നവരായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഫുള്ളാവുന്നത് വരെ ഫോട്ടോ എടുക്കാനായിട്ട് ലൊക്കേഷൻസ് ഈ ഒരു ചെറിയ സ്പേസിൽ തന്നെ ഉണ്ട്. ദി വ്യൂ ഇസ് റിയലി ബ്യൂട്ടിഫുൾ. Whoever designed this place is amazing. നമുക്ക് അവിടെ നിന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങി പതുക്കെ താഴോട്ട് കടലിൻ്റെ തീരത്തോട്ട് പോവാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്ന വുഡൻ ബോട്ട്സ് ആണ്, അതിന് ദോ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ട്രഡീഷണൽ വുഡൻ ബോട്ട്സ്. നമ്മുടെ നാട്ടിൽ ബേപ്പൂരിൽ നിന്നൊക്കെ ഇവിടെ കൊണ്ടുവരാറുണ്ട് ഈ ടൈപ്പ് ബോട്ട്സ്. അതായത് ബേപ്പൂരിൽ നിന്ന് പണിഞ്ഞിട്ട് കടൽ വഴി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. നമ്മളിടയ്ക്ക് ന്യൂസിലൊക്കെ കാണാറുണ്ട്. ഞാൻ അന്ന് രാത്രി വന്ന ടൈമിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പൊസിഷനിൽ ഒരു ഷിപ്പ് അതിൻ്റെ റിപ്പയർ വർക്ക്സിനായിട്ട് ഈ വുഡൻ ബോട്ട് ഡോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു നടക്കുന്ന പൊസിഷനിൽ ഒരുപാട് കഫേസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. മോസ്റ്റ്ലി യൂറോപ്യൻ സ്റ്റൈൽ ക്യൂസീൻസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. നമുക്കത് അതും കണ്ട് പതുക്കെ ഈ കാറ്റും കൊണ്ട് നടന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പം മെയിനായിട്ടും ഈ ബെഞ്ചസിൽ ഇപ്പോൾ കൂടുതലും ഇവിടെ ഫോറിനേഴ്സും ഇവിടെ ഉള്ള ഖത്തറീസുമാണ് ഉള്ളത്. അവരിവിടെ ഈവനിങ്ങിന് ഫാമിലിയായിട്ട് വന്ന് ഇതേപോലെ ബേർഡിനെയൊക്കെ ഫീഡ് ചെയ്ത് ഇത് തന്നെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് ഇവിടെ. ബ്രെഡായാലും ബേർഡ് ഫീഡായാലും എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഈ സീഗൾസിന് വേണ്ടിയിട്ട് അവർ ഫീഡ് ചെയ്യുന്നത് അതും ഒരു ആക്ടിവിറ്റിയാണ്. നമുക്ക് മുന്നോട്ട് നടക്കുമ്പോൾ, ഞാൻ നേരത്തെ വന്ന് കയറിയപ്പോഴും ഇതേപോലെ ആളുകളുണ്ടായിരുന്നു. മുന്നോട്ട് നടക്കുമ്പോഴും നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും വരിയായിട്ട് ആളുകൾ നിന്ന് ബേർഡ്സിനെ ഫീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 4:30 ആവാറായി. ആൻഡ് ഇവിടെ ഇപ്പോൾ തണുപ്പ് കൂടി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദി ക്രൗഡും വലുതായി തുടങ്ങി. എൻ്റെ റൈറ്റ് സൈഡിലുള്ള റെസ്റ്റോറൻറ്റ്സ് എല്ലാം പാക്ഡ് ആണ് ഇപ്പോൾ. ഈ ഒരു ടൈമിൽ ഇനിയിപ്പം വിസിറ്റേഴ്സിൻ്റെ എണ്ണം കൂടത്തതേ ഉള്ളൂ. ആൻഡ് ഐ വാസ് ഹോപ്പിംഗ് ടു വൈൻഡ് അപ്പ് ദി വീഡിയോ ബിഫോർ ദി സൺസെറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സൺസെറ്റ് നൗ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്ന പോലെ പല രാജ്യത്തു നിന്നുള്ള ആളുകളും ഇവിടെ ഇപ്പം ഈ ഒരു പ്ലേസിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രൗഡ് കൂടത്തതേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നേരത്തെ പോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് മീ സൈനിങ് ഓഫ്.